റിലേറ്റ് ടു എവ്രി വൺ. നമ്മളൊരു മരുന്ന് കഴിക്കാത്ത അല്ലെങ്കിൽ ഒരു ആശുപത്രിയിൽ പോകാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല. പക്ഷേ എല്ലാവരും ഇങ്ങനെ ഇപ്പം ഞങ്ങൾ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്, ഡെഡിക്കേറ്റഡ് ടു ഓൾ ദ ഗുഡ് ഡോക്ടേഴ്സ് ആൻഡ് പാരാമെഡിക്സ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് തന്നെ. അതിൻ്റെ അകത്തുള്ള കറക്റ്റഡ് ആയിട്ടുള്ള ചില ഐ ഓപ്പണിങ് എന്നുള്ള രീതിയിൽ അരുണിൻ്റെ പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസ് കൂടെയാണ് അതുകൊണ്ട് തന്നെ അതിനൊരു ജെന്യൂനിറ്റി ഉണ്ടാവും. സോ ഹോപ്പ് ഇത് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് തരികയാണ്. വി ഹവ് പുട്ട് ഓൾ ദ ഹാർഡ് വർക്ക്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ പലവരുടെയും എനിക്ക് തോന്നുന്നു എൻ്റെ ആദ്യത്തെ സീരീസാണ്. അത് ആക്ച്വലി ഇങ്ങനൊരു ഫാർമയിലായതിൽ വളരെ സന്തോഷം തോന്നുന്നു. കാരണം നമ്മൾ എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും പലതും ചെയ്യാറ്. പക്ഷേ ദിസ് സ്റ്റോറി ഹാസ് ടു ബി ടോൾഡ് എന്ന് തോന്നി കഥ കേട്ടപ്പോൾ തന്നെ. സോ താങ്ക് യു ഫോർ മേക്കിംഗ് മീ എ പാർട്ട് ഓഫ് ദിസ്. ഇത് റിലേറ്റ് ചെയ്യുക മാത്രമല്ല, എല്ലാ ഫാമിലീസും അല്ലെങ്കിൽ ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. സോ ഇങ്ങനെ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പ്രോജക്റ്റിന് ഭാഗമാകാൻ പറ്റിയതിൽ അരുൺ വിളിച്ചതിനും. താങ്ക് യു കൃഷ്ണന, താങ്ക് യു ജിയോ ഹോട്ട്സ്റ്റാർ. ഒരുപാട് എന്താ പറയുക, നമ്മൾ വളരെ ഇൻഫോർമേറ്റീവായിട്ട് എല്ലാം എൻ്റർടൈനിങ്, നമ്മൾ മാസ് മസാല മാത്രമല്ലാണ്ട് വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് എങ്ങനെ കാണിക്കാൻ പറ്റുമെന്ന് കാണിച്ചു തന്ന അരുൺ, ഫാന്റാസ്റ്റിക് ജോബ്. താങ്ക് യു. ശ്രുതി. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ബുദ്ധിമുട്ട്, ഞാൻ വർക്ക് ചെയ്തതാണ് ഫാർമയിൽ. ഇതിൽ ആദ്യത്തെ 2 എപ്പിസോഡിൽ കണ്ട എല്ലാ കഥാപാത്രങ്ങളും ഞാനൊരു വളരെ നല്ല കമ്പനിയിലാണ് വർക്ക് ചെയ്തത്. പക്ഷെ ഞാൻ കണ്ട മറ്റ് കമ്പനിയിലെ ആളുകൾ നേരിട്ട് കണ്ട 100% ഇൻസ്പയർഡ് ബൈ ട്രൂ ഇവൻറ്റ്സ് ആണ് ഇതിനകത്ത് കാണിച്ച ഓരോ വ്യക്തി, ഓരോ കഥാപാത്രം, ഓരോ സംഭവം. അപ്പോൾ എല്ലാ റെപ്സിനും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അവർ കണ്ട കാഴ്ചകളായിട്ട് തന്നെ തോന്നുമെന്നാണ് വിശ്വാസം.